കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരവും TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ TBFൻ്റെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാൻ സഹോദരനെ പ്രത്യേകാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാട്ടുപാടുന്ന പ്രിയപ്പെട്ടവരെയും വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടുകൂടെ ഈ വൈകുന്നേര സമയം ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBFൻ്റെ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ അങ്ങ് തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ പിന്നെയും പിന്നെയും സാവകാശങ്ങൾ തരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായിട്ട് ഞങ്ങൾ എണ്ണുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പാടാനും ഒരുമിച്ച് നിന്നെ പാടി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത ജീവൻ്റെ വചനം, കർത്താവെ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം വീണ്ടും കേൾക്കുവാൻ തരുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അതിനായിട്ട് നിൻ്റെ ദാസന്മാരെ സഹോദരിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ ഷാൻ ബ്രദറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്നെയും പ്രാർത്ഥനയോടുകൂടെ വചനം ശുശ്രൂഷിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും വരാൻ ആഗ്രഹിച്ച് വഴിയിലും യാത്രയിലൊക്കെ ആയിരിക്കുന്നവരുണ്ടല്ലോ, അവരെയും സുരക്ഷിതമായ ക്ഷേമത്തോടുകൂടെ കൂട്ടി വരുത്തുമാറാകണമേ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കട്ടെ. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വലിയ നാമത്തെ ഈ എളിയ ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേക്ക് പ്രസാദം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിലാകയാൽ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേ. തുടർന്ന് പാട്ടുകൾ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മുടന്തരും കുതിച്ചുയരും. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിസ്മയമാകും ശരീരം ആവിൻ രൂപി
ചൊവ്വയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിസ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുന്നേ. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന ഗാനങ്ങൾ ഒന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സന്തോഷിക്കുവാനും ദൈവം നമുക്ക് അവസരം തന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മെ ആത്മീകമായിട്ട് ജീവിപ്പിക്കുന്ന ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ പോവുകയാണല്ലോ. മുമ്പ് ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാൻ അവറുകൾ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ TBF-നോട് ചേർന്ന് ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സ്വർഗം നൽകിയ ഈ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ദൈവം ആദരിക്കുകയും ഇത്രത്തോളം നിലനിർത്തുകയും അനേകർക്ക് ആശ്വാസമായി തീരുകയും ചെയ്യുന്നതിനാൽ ദൈവത്തിന് പ്രത്യേകമായി സ്തോത്രം കരയേറ്റുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് പ്രാരംഭമായിട്ട് അതൊന്ന് വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവന് ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. നമുക്ക് പരിചയമുള്ള വേദഭാഗമാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തൻ്റെ പിതൃനഗരമായിരിക്കുന്ന നസ്രയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ താൻ ശിഷ്യന്മാരോടുകൂടെ കടന്നു ചെല്ലുകയും പള്ളിയിൽ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയുള്ള ആളുകൾ യേശു കർത്താവ് ആരാണെന്നുള്ളത്, തൻ്റെ ജീവിത പശ്ചാത്തലമൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട്
യേശുവിനെ അവർ യേശുവിൽ വിശ്വസിക്കാതെ അവർ ഇടറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അതിനുള്ള മറുപടിയൊക്കെ കർത്താവ് പറഞ്ഞ് ആ ദേശത്ത് തന്നെ വീണ്ടും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ച് കേട്ടത്. തുടർന്ന് നമ്മൾ അതിൽ നിന്നും കുറച്ചും കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ ദാസൻ എന്നുള്ള നിലയിലാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാസൻ്റെ വ്യക്തിത്വം, ദാസൻ്റെ ജീവിതം, ദാസൻ്റെ ഉപമകൾ, ദാസൻ്റെ പ്രവചനങ്ങൾ, ദാസൻ്റെ പ്രസംഗങ്ങൾ, ദാസൻ്റെ അധികാരങ്ങൾ എന്നുള്ള നിലയിൽ ഒരുപാട് വിഭജനങ്ങളിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സുവിശേഷ ഭാഗമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം. ഇവിടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് പ്രകൃതിമേലുള്ള അധികാരം, അതുപോലെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദുരാത്മാക്കളുടെ മേലുള്ള അധികാരം, 5-ന്റെ 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ശാരീരിക രോഗത്തിന്മേലുള്ള അധികാരം, അതുപോലെ 5-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് മരണത്തിന് മേലുള്ള അധികാരം, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദാസൻ, അധികാരമുള്ള ഈ ദാസൻ തൻ്റെ സ്വന്തം പട്ടണത്തിൽ, അതായത് പിതൃനഗരത്തിൽ താൻ തിരസ്കരിക്കപ്പെടുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ വിവിധ അധികാരങ്ങളെ തട്ടുതട്ടായിട്ട് തിരിച്ച് 7-ാം അധ്യായം വരെ അവസാനം പറഞ്ഞു നിർത്തുന്നത് 7-ാം അധ്യായത്തിൽ ദാസൻ്റെ വിശേഷമായ ചില അധികാരങ്ങൾ എന്ന് പറഞ്ഞാണ് കർത്താവിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പട്ടികയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 12ഓളം ഭാഗങ്ങളുണ്ട് ഈ ദാസൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്ത്. എന്നാൽ നമ്മൾ അവിടേക്കൊന്നും പോകാതെ ഇതിൻ്റെ 5-ാമത്തെ വിഭജനമായിട്ട് പറയാകുന്ന നമ്മളിപ്പോൾ വായിച്ച 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ദാസൻ്റെ തിരസ്കരണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശു കർത്താവ് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു, എന്നാൽ താൻ അവിടെ നിരാകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന ഒരനുഭവം തനിക്കവിടെ ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് നാം കണ്ടു. എന്നാൽ തന്നെ തിരസ്കരിക്കുന്നതിൽ കൂടെ ആ സംഭവങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ യേശു കർത്താവ് ഈ സംഭവങ്ങളിൽ കൂടെ തൻ്റെ ശിഷ്യന്മാരെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പ്രാരംഭമായിട്ട് വായിച്ചാൽ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചു. മർക്കോസ് 6:1 കർത്താവിൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. അതായത് ഗുരുവും ശിഷ്യനും എന്നുള്ള ആ ബന്ധത്തിൽ തുടരുമ്പോൾ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവും ശിഷ്യന്മാരും, ദൈവവും തൻ്റെ ശിഷ്യന്മാരും, ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇവിടെ ആ 12 അപ്പോസ്തലന്മാർ കർത്താവിനെ അനുഗമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ പഠിപ്പിക്കൽ, ജീവിതശൈലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി കർത്താവിൻ്റെ കൂടെ നടന്ന് അത് അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളെയാണ് ഇവിടെ ശിഷ്യന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും വളരെ പ്രാർത്ഥനാപൂർവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ഈ ശിഷ്യഗണങ്ങൾ കർത്താവിനെ പോലെ ആകുവാൻ, കർത്താവിനെ പോലെ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചാണ് കർത്താവ് ഇവരെ കൂടെ കൊണ്ടു നടന്ന് 3.5 വർഷം അവരെ പരിശീലിപ്പിച്ച് എടുക്കുന്നത്. അങ്ങനെ കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരെയും കൊണ്ട് ഈ കർത്താവ് കഫർനഹൂമിൽ നിന്നും 20 മൈൽ അല്ലെങ്കിൽ 25 മൈൽ അകലെയുള്ള ഈ പറയുന്ന നസ്രയത്ത് പട്ടണത്തിലേക്ക് കർത്താവ് വരികയാണ്. കഫർനഹൂം അഥവാ നഹൂമിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന ഈ കഫർനഹൂമിൽ കർത്താവിനുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് രക്തബന്ധങ്ങളല്ല, മറിച്ച് ആത്മീക ബന്ധങ്ങളാണ് കഫർനഹൂമിൽ കർത്താവിന് കൂടുതലായിട്ടുള്ളത്. എന്നാൽ കർത്താവ് ആത്മീക ബന്ധങ്ങൾ കൂടുതലുള്ള ഈ കഫർനഹൂമിൽ തന്നെ
സ്വസ്ഥമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്നും താൻ തൻ്റെ 12 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ആ നസ്രയത്തിലേക്ക് കടന്നു പോവുകയാണ്. നസ്രയത്തിൽ കർത്താവ് 1 വർഷം മുൻപ് അവിടെ ചെന്നപ്പോൾ കർത്താവിന് ഒരു കൈപ്പേറിയ അനുഭവം നസ്രയത്തിലെ പള്ളിയിൽ വെച്ച് ഉണ്ടായതാണ്. എന്നാൽ ആ തന്നെ നിരാകരിച്ച ആ പള്ളിയുള്ള ആ നസ്രയത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് താൻ വീണ്ടും കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ താൻ കൂടെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുണ്ട് എന്നിരിക്കട്ടെ, നമ്മൾ ചെന്നാൽ സ്വീകരിക്കും, നമ്മളെ ആദരിക്കും എന്നുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ എൻ്റെ കൂടെ ഇത്രയും പേരൊക്കെ ഉണ്ട്, ഞങ്ങളിങ്ങനെ വന്നു എന്നൊക്കെ പറയാം. അതെയോ, വരണം, ഇരിക്കണം, കഴിക്കണം, കുടിക്കണം, ഒരുമിച്ച് നമുക്ക് 2 ദിവസം വർക്കൊക്കെ ചെയ്തിട്ട് പോകാം എന്ന് നല്ലൊരു സ്വീകരണമുള്ളിടത്തേക്ക് നമുക്ക് 10 പേരെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് യാതൊരു മടിയുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സ്വീകരണവും ലഭിച്ചിട്ടില്ലാത്ത, ഇനി ചെന്നാലും ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള അങ്ങനെയുള്ള നസ്രയത്തിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിപ്പോയി. അപ്പോൾ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് ഈ ഗുരുവിനെ അതേ തൻ്റെ പിതൃനഗരത്തിലുള്ള ആളുകൾ തന്നെ തിരസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഗുരുക്കന്മാരെന്ത് ചെയ്യും? ഞാൻ ഈ ശിഷ്യന്മാരെയും കൂട്ടി വന്ന് ഈ പട്ടണത്തിൽ വന്ന് ഇവരുടെയൊക്കെ മുൻപാകെ ഞാൻ ചെറുതായി, നമുക്കിവിടുന്ന് പോകാം, അവരൊക്കെ കൊള്ളൂല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു മാനുഷിക സ്വഭാവം യേശു കർത്താവിലില്ല. യേശു കർത്താവ് അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ആ ശിഷ്യന്മാരെ തനിക്ക് നേരിടുന്ന തിരസ്കരണങ്ങളിൽ കൂടെ ശിഷ്യത്വത്തിൻ്റെ പുതിയ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെയാണ് ആ പാഠങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മതി. ഒന്നാമതായിട്ട് യേശു കർത്താവിൻ്റെ ചാർച്ചക്കാർ അല്ലെങ്കിൽ സ്വന്തക്കാർ യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷകളൊക്കെ കണ്ടപ്പോൾ ഇതെന്തോ ബുദ്ധിഭ്രമമാണ്, അല്ലെങ്കിൽ ഇതെന്തോ മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് യേശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പോഴവിടെ താൻ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് നമുക്കവിടെ കാണുന്നത്. എന്നാൽ അതിൽ കൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, എന്നെ അനുഗമിച്ചാൽ, എൻ്റെ പിന്നാലെ വന്നാൽ, എൻ്റെ ജീവിതശൈലി നിങ്ങൾ പഠിച്ച് അനുഗമിക്കാൻ വിചാരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, സ്വന്തക്കാർ നിങ്ങളെ എന്തു ചെയ്യും? വെറുക്കുവാൻ, നിങ്ങളോട് എതിർപ്പെടുവാൻ, നിങ്ങളോട് ശത്രുക്കളായി തീരുവാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അത് യേശു കർത്താവിന് അറിയാമായിരുന്നു. ഈ ഒരു പാഠമാണ് ആദ്യം യേശു കർത്താവ് അവർക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. അപ്പോൾ തന്നെ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവൻ്റെ സഹോദരന്മാർ വിശ്വസിച്ചില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ അനുഗ്രഹം മാത്രം വരുന്നു, കടം വാങ്ങുകയില്ല, കടം കൊടുക്കും. അങ്ങനെ നന്മയുടെ വലിയ ഒരു പിന്നാലെയുള്ള ഒരു അനുഗമനമല്ല നിങ്ങൾക്കുണ്ടാവുക, മറിച്ച് നിങ്ങളുടെ സ്വന്തം ബന്ധുക്കൾ നിങ്ങളിൽ നിന്ന് അകലുവാൻ, നിങ്ങളെ വെറുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ഒരു യാഥാസ്ഥിക കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് വന്നത്. അങ്ങനെയുള്ള ആ വരവിൽ ഒരുപാട് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ കർത്താവ് അത് മുന്നമേ പറഞ്ഞതുകൊണ്ട് നമുക്ക് കൃപയാൽ ഇന്നും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ശിഷ്യന്മാരെ കർത്താവ് ഒന്നാമതായിട്ട് പഠിപ്പിക്കുകയാണ്, സ്വന്തക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളുടെ ശത്രുക്കളാകും. രണ്ടാമതായിട്ട് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ തന്നെ 22-ാമത്തെ വാക്യത്തിൽ,
രണ്ടാമത് കർത്താവ് നേരിട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ, യെരുശലേമിലാണ് ദൈവാലയം. അവിടെ നിന്ന് വന്ന ശാസ്ത്രിമാർ ഈ യെരുശലേം ദൈവാലയത്തിൻ്റെ പരിസരത്തോട് ചേർന്ന് വസിക്കുന്നവരായതുകൊണ്ട് നല്ല പക്കാ വചനം അറിയുന്നവരാണ്, കൃത്യമായിട്ട് വചനം വ്യാഖ്യാനിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ യേശുവിനെതിരെ ഒരു വിരോധമായിട്ടുള്ള ആശയം ഉന്നയിക്കുകയാണ്. യേശു ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ മുഴുവൻ പിശാചിൻ്റെ ശക്തിയാലാണ് അവൻ ചെയ്യുന്നത്, അതിൽ ദൈവത്തിൻ്റെ ശക്തിയല്ല വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ നിന്ദിക്കുന്ന ശാസ്ത്രിമാർ അവർ സംസാരിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇതിൽ നിന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പാഠം പറഞ്ഞു കൊടുത്തു. അത് ഇങ്ങനെയാണ്. അതായത്, എന്നെ നിങ്ങൾ അനുഗമിച്ചാൽ ഒന്നാമത് നിങ്ങളുടെ വീട്ടുകാർ, സ്വന്തക്കാർ നിങ്ങളെ വെറുക്കും, നിങ്ങളിൽ നിന്ന് അകലും. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ആത്മീക നേതൃത്വം നിങ്ങളെ പഴിക്കും. അന്നത്തെ യഹൂദന്മാർ, അന്നത്തെ പരീശന്മാർ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതവിചാരണ കോടതിയിൽ കൊണ്ടുപോയി എന്ത് ശിക്ഷയും വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം കഠിനമായ നീതിബോധമുള്ളവർ എന്നുള്ള നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. ആ ആളുകൾ യേശു കർത്താവിൻ്റെ നേരെ നിൻ്റെ ശുശ്രൂഷ ദൈവികമല്ല, നിൻ്റെ ശുശ്രൂഷ പൈശാചികമാണ് എന്ന് കർത്താവിന് നേരെ കുറ്റാരോപണം നടത്തിയപ്പോൾ യേശു കർത്താവ്, അയ്യോ എൻ്റെ ശിഷ്യന്മാർ കേൾക്കും, നിങ്ങളിങ്ങനെ പറയരുത്, എന്നെ നാണം കെടുത്തരുതേ എന്ന് പറയുകയല്ല ചെയ്തത്. മറിച്ച് അതിനുള്ള മറുപടി അവർക്ക് പറഞ്ഞു കൊടുത്തു. കർത്താവ് എന്ത് ചെയ്തു? ഇങ്ങനെ തന്നെ എതിർത്തവരെ തൻ്റെ അരികത്തേക്ക് വിളിച്ചിട്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതെന്ന് പറഞ്ഞ കർത്താവ് അതേ മനസ്സോടുകൂടെ ഈ പരീശന്മാരെ, ശാസ്ത്രിമാരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവരോടൊരു ഉപമയിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു. പിശാചൊരിക്കലും തൻ്റെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുകയില്ല, തന്നിൽ തന്നെ ഛിദ്രിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം ഇല്ലാതെയായി പോകും. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. ഒന്ന്, അവരെ അടുക്കൽ വിളിച്ചു. രണ്ടാമത് അവരോട് ഉപമയിൽ കൂടെ സംസാരിച്ചു. മൂന്നാമത് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് പറയുന്ന ദൂഷണത്തെ ദൈവം ക്ഷമിക്കുകയില്ല. നോക്കുക, യേശു കർത്താവിനെ വാസ്തവമായിട്ട് അനുഗമിച്ചാൽ മത നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ആത്മീക നേതൃത്വങ്ങൾ നിങ്ങൾക്ക് വിരോധമായിട്ട് തീരുമെന്നിവിടെ യേശു കർത്താവ് തുറന്ന് പറയുകയാണ്. താൻ അത് വെളിപ്പെടുത്തുകയാണ് തൻ്റെ ശുശ്രൂഷകളിൽ കൂടെ. നാം മനസ്സിലാക്കേണ്ടത്, ഒരു വേള ദൈവവേലയ്ക്കായിട്ട് വേർതിരിയുമ്പോൾ ഒരുപക്ഷെ ആത്മീക നേതൃത്വം നമ്മളെ അംഗീകരിച്ചില്ലെന്ന് വരാം. അത് മാനുഷികമായൊരു തീരുമാനമല്ലേ? അത് ജഡത്തിലെടുത്തൊരു തീരുമാനമാണ്. വാസ്തവമായിട്ട് ദൈവം പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീറ്റിംഗൊക്കെ നടത്തുന്നത് ആ ചെറുപ്രായത്തിൻ്റെ ഒരു ചോരത്തിളപ്പ് കൊണ്ടാണ് എന്നൊക്കെ വിലയിരുത്തിയിട്ട് ആത്മീക നേതൃത്വം എന്തു ചെയ്യാം? ഇതുപോലെയുള്ള ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ആകയാൽ യേശു കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഒരുപക്ഷെ ആത്മീക നേതൃത്വങ്ങൾ നമ്മെ പഴിക്കുവാൻ ഇടയാകും. പക്ഷേ ആ പഴിയുടെ നടുവിൽ വിശ്വാസത്തോടുകൂടെ എന്നോട് കർത്താവ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ധൈര്യത്തോടെ, ഉറപ്പോടുകൂടെ നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ അനേകർക്ക് ആശ്വാസമായിട്ട് തീരും, നമ്മുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും നാം മുൻപോട്ട് വരുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു, അവൻ്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. കഫർനഹൂമിൽ നിന്നും കേവലം 60 കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള, ഏകദേശം ഒരു 500 ആൾക്കകത്ത് മാത്രം താമസമുള്ള, താൻ 30 വർഷത്തോളം ജീവിച്ച, തന്നെ അറിയുന്ന, താൻ അറിയുന്ന ആളുകളുള്ള ആ കൊച്ചു പ്രദേശത്തേക്ക് കർത്താവ് അവിടെ കടന്നു ചെല്ലുകയാണ്. അതിലൂടെ കർത്താവ് 3-ാമത്തെ പാഠം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളെ, ഈ പറയുന്ന
നസറേത്തിനെ കുറിച്ച് പൊതുവിലൊരു ചൊല്ലുണ്ട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറേത്തിനെ കുറിച്ച് ന്യായപ്രമാണത്തിലോ പ്രവാചകന്മാരോ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവരുടെ തൽമൂദിലോ മിഷ്നയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ചരിത്രകാരനായ ജോസീഫസ് പോലും ഈ നസറേത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊരു പ്രശസ്തിയുമില്ലാത്ത, വളരെ കുറഞ്ഞ ജനം മാത്രമുള്ള, പേരും പെരുമയുമില്ലാത്ത, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഓണം കേറാ മൂല എന്ന് വിളിക്കാമായിരുന്ന ഈ നസറേത്തിലേക്ക് കർത്താവ് പോകുന്നതിൽ കൂടെ ശിഷ്യന്മാരോടൊരു കാര്യം അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? പേരും പ്രശസ്തിയില്ലാത്തിടത്തേക്ക് നാം കടന്നു പോകണം. നമ്മെ കർത്താവാക്കി വെച്ചിരിക്കുന്ന വേലയുടെ മുഖങ്ങൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സംസ്കാരമില്ലാത്ത ഒരു പറ്റം ആളുകളുടെ നടുവിൽ, വിദ്യാഭ്യാസമില്ലാത്ത ഒരു പറ്റം ആളുകളുടെ നടുവിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ദൈവമേ, എന്നെ എന്തിനാണ് ഒരു വിശ്വാസിയായിട്ട് ഇത്രയും ആളുകളൊന്നും ഇല്ലാത്ത, വിശ്വാസത്തിലല്ലാത്ത അനേകം ആളുകളുടെ നടുവിൽ എന്നെ കൊണ്ടുപോയി ആക്കിയത് എന്തിനാണ്? എന്നെ കുറേ വിശ്വാസികളുള്ള ഒരു ദേശത്താക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെടുന്ന അനേകം ആളുകളുണ്ട്. നാം മനസ്സിലാക്കണം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. താൻ തീർച്ചയായിട്ടും അവിടെ ചെല്ലുമ്പോൾ നിരാകരിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രശസ്തിയില്ലാത്തിടത്തേക്ക് നിങ്ങൾ പോകണം. യെരുശലേം തുടങ്ങി ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. തോമസ് അപ്പോസ്തലൻ അത് കേട്ട് ഇറങ്ങി തിരിച്ചു. കേരളത്തിൽ വന്നു. തമിഴ്നാട്ടിൽ വെച്ച് താൻ കൊല്ലപ്പെട്ടു. തൻ്റെ കുടുംബം, മക്കൾ, അവർ അറിയുന്നില്ല തങ്ങളുടെ പിതാവ് പോയി മരിച്ചു, ഇന്നിടത്താണ് മരിച്ചു, എങ്ങനെ മരിച്ചു, ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ അദ്ദേഹം കർത്താവിന് വേണ്ടിയിട്ട് പ്രശസ്തിയില്ലാത്ത വിദൂര ദേശത്ത് താൻ പോയി കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം, നമ്മളെവിടെ ജീവിക്കണം, എത്ര കാലം ജീവിക്കണം എന്നൊക്കെ കർത്താവ് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചിട്ടാണ് നമ്മളെ ഓരോരുത്തരും നാം ഇന്നായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലം സാമൂഹികമായിട്ട് കൊള്ളാവുന്നതായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ട് കൊള്ളാവുന്നതായിരിക്കാം, സാംസ്കാരികമായിട്ട് കൊള്ളാവുന്നതായിരിക്കാം. അതല്ല, ഇതിനൊക്കെ നേരെ തിരിച്ചുള്ള വളരെ മോശമായ ഒരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത് എങ്കിലും നമ്മുടെ കർത്താവ് ആത്മീക ബന്ധങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കഫർനാഹൂം വിട്ടിട്ട്, ന്യായപ്രമാണത്തിലോ പ്രവാചക പുസ്തകങ്ങളിലോ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ആ നസറേത്ത് എന്ന് പറയുന്ന ആ പേരില്ലാത്ത ഗ്രാമത്തിലേക്ക് കടന്നുപോയത് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള സത്യം കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും നാം മുൻപോട്ട് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ തന്നെ 1-ാം വാക്യം നാം വായിച്ചതാണല്ലോ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു, അവൻ്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ഇതിനു മുൻപ് 1 വർഷം മുൻപ് കർത്താവ് ആദ്യമായിട്ട് അവിടെ നസറേത്തിലേക്ക് വരികയാണ്. അവിടെ എത്തിയപ്പോൾ കർത്താവിന് അവരുടെ പള്ളിയിൽ വെച്ച് ശുശ്രൂഷിക്കുവാൻ അവസരമുണ്ടായി. താൻ അവിടെ ശുശ്രൂഷിക്കുന്നു. യെശയ്യാ പ്രവചനമൊക്കെ എടുത്ത് വായിച്ച് വളരെ മനോഹരമായൊരു സന്ദേശം താൻ അറിയിക്കുകയുണ്ടായി. എന്നാൽ ആ പള്ളിയിലുള്ളവർ ആ തൻ്റെ സന്ദേശം കേട്ട് കോപം നിറഞ്ഞവരായിട്ട് കർത്താവിനെ അവരുടെ പള്ളി പണിതിരിക്കുന്ന ആ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരനുഭവം ഉള്ള അതേ സ്ഥലത്തേക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് വരുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, താഴോട്ട് വായിക്കുമ്പോഴറിയാം. ഇവൻ മറിയയുടെ മകനല്ലയോ, ഇവൻ ആശാരിയല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, ഇവിടെ നമുക്ക് വെളിപ്പെടുന്നത് കൃപയുള്ള ദാസനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. താൻ ചെന്നപ്പോൾ തന്നെ എതിർത്ത ഒരു സഭ അവിടെയുണ്ട്. തൻ്റെ ശുശ്രൂഷകളെ ആദരിക്കാതെ തന്നെ കൊല്ലാൻ നോക്കിയവരവിടെയുണ്ട്. എന്നാൽ അതേ സ്ഥലത്തേക്കും താൻ വീണ്ടും കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നത് കർത്താവ് കൃപയുടെ ഉറവിടമായതുകൊണ്ട് മാത്രമാണ്. ഈ രണ്ടാമതുള്ള വരവ് തൻ്റെ ശിഷ്യന്മാർക്ക് 3-ാമത്തെ പാഠം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളെ,
നിങ്ങളൊരു സ്ഥലത്ത് പോയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷ കണ്ട് നിങ്ങളെ അവിടെ നിന്ന് കോപത്തോടെ വലിച്ചിറക്കി ദൂരെ വലിച്ചെറിഞ്ഞ് എന്നെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അങ്ങനെ എതിർത്താലും വീണ്ടും അവിടം വരെ ഒന്ന് ചെന്ന് അവിടുത്തെ ആളുകളെ വീണ്ടും കണ്ട് ദൈവവചനം അറിയിക്കുവാനായിട്ടുള്ള മൂന്നാമത്തെ പാഠം കർത്താവ് പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ മതി, പിന്നെ ആ ഏരിയയിലേക്ക് പോകില്ല. എന്നാൽ ഇവിടെ കൃപയുടെ ഉറവിടമായ കർത്താവ് രണ്ടാമതും ആ ദേശം സന്ദർശിക്കുവാൻ, അവരുടെ പള്ളികളിൽ ചെന്ന് ഉപദേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ പാഠമാണ്. വീണ്ടും നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. നോക്കുക, ഈ 2-3 വാക്യങ്ങളിൽ കർത്താവ് ഈ നസ്രയത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഓടിക്കൂടുന്നില്ല. മറിച്ച് കർത്താവിന് ആദ്യത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അവരുടെ പള്ളിയിൽ, സിനഗോഗിൽ വെച്ചാണ്. അപ്പോൾ സിനഗോഗിൽ എന്തുണ്ട്? ശനിയാഴ്ച എന്തു തന്നെയാണെങ്കിലും യഹൂദന്മാരെല്ലാം ഒരുമിച്ച് കൂടും. അല്ലാതെ കർത്താവിന് അവിടെ നേരിട്ട് ചെന്നത് യേശു വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ ഓടിച്ചെന്നില്ല. മറിച്ച് പള്ളിയിൽ ചെന്നപ്പോഴാണ് തനിക്ക് അവിടെ ശുശ്രൂഷ ലഭിക്കുന്നത്. ഇതിൽ കൂടെ കർത്താവ് പഠിപ്പിക്കുന്ന അടുത്ത പാഠം എന്ന് പറയുന്നത്, എല്ലായിടത്തും നിങ്ങൾ ചെല്ലുമ്പോൾ ആളുകൾ ഓടിക്കൂടത്തില്ല. എല്ലാവരും ഞങ്ങളോട് സുവിശേഷം പറയണേ, ഞങ്ങൾ കേൾക്കാൻ, ഞങ്ങൾ വളരെ ദാഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ സ്വീകരിക്കുകയില്ല. ഇവിടെ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങിയപ്പോൾ പലരും കേട്ട് വിസ്മയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 4 പ്രാവശ്യം ഇവൻ 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 എന്ന് പറയുന്നു. എന്താണ്? സാക്ഷാൽ ദൈവത്തെയാണ് ആരെന്ന് കയറി വിളിക്കുന്നത്? ഇവനെന്ന് കയറി വിളിക്കുന്ന. കാരണം ഇവർക്കറിയാം ഇത് ആരുടെ മകനാണ്, എന്താണ് ജോലി, എവിടെയാണ് ജീവിച്ചത്, ഇപ്പോഴാരാണ് എന്നുള്ളതൊക്കെ മാനുഷികമായ നിലയിൽ അറിയാം. അതുകൊണ്ട് അവർ സാധാരണ ഒരു ആശാരിച്ചെറുക്കൻ എന്നുള്ള നിലയിൽ ഇവൻ ഇവൻ എന്ന് അഭിസംബോധന ചെയ്ത് തന്നെ തരം താഴ്ത്തുവാൻ ഇടയായി തീർന്നു. പിന്നെ പറയാണ്, ഇവൻ മറിയയുടെ മകനല്ലേ. സാധാരണ അവർ അപ്പൻ്റെ പേര് ചേർത്താണ് ജോസഫിൻ്റെ മകൻ എന്നാണ് പറയേണ്ടത്. ഇനി ജോസഫ് യേശുവിന് 12 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയാലും ജോസഫിൻ്റെ മകൻ എന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ജോസഫിൻ്റെ മകൻ എന്ന് പറയാൻ നിൽക്കാതെ മറിയത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അതിലൂടെ യേശുവിനെ പച്ചയ്ക്ക് അധിക്ഷേപിക്കുകയാണ്. മറിയയിൽ പിഴച്ചുണ്ടായവൻ എന്നുള്ള നിലയിൽ യേശു കർത്താവിനെ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ മറ്റെല്ലാം സഹിക്കാം. സ്വന്തക്കാർ കൈവിട്ടു, ആത്മീക നേതൃത്വം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇവിടെ ഇതാ തനിക്ക് ഏറ്റവും വേദന ഉളവാക്കുവാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും എന്തെല്ലാം വിളിച്ചാലും അവരുടെ അപ്പനെയും അമ്മേനെയും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാകും. ഇവിടെ ഇത് കേട്ടപ്പോൾ യേശു കർത്താവ് മാറി നിന്ന് കരയുകയല്ല ചെയ്തത്. യേശു കർത്താവ് അതിൽ കൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ കേട്ടാലും നിങ്ങൾ തളരാനായിട്ട് പാടില്ല. നമ്മുടെയും ജീവിതത്തിൽ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ, അല്ലെ ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അയൽക്കാരിലൂടെ, നാട്ടുകാരിലൂടെ, മറ്റു പലരിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരുപക്ഷെ വിശ്വാസികളിൽ കൂടെ വരെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നാം നമ്മുടെ വിശ്വാസത്തിൽ മരവിച്ചു പോകുവാൻ, തണുത്തു പോകുവാൻ ഇടയാകരുത് എന്നുള്ള ഒരു മനോഹരമായ പാഠം ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ ആളുകൾ ഓടിക്കൂടുകയില്ല. കണ്ടോ, ആ ആൾ അവിടെ പ്രവർത്തിച്ചു, ഒരുപാട് ആൾ വന്നു. നിങ്ങൾ ഇത്ര വർഷം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, ഇവിടെ ആളുകളൊന്നും വരുന്നില്ല.
അങ്ങനെ പറഞ്ഞ ഒരാളുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനോ തൂക്കി നോക്കുവാനായിട്ടോ കഴിയുകയില്ല. കാരണം കർത്താവ് തന്നെ ഈ നസ്രയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു സിനഗോഗിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അല്ലാതെ പൊതുജനത്തിൻ്റെ മധ്യത്തിലല്ല തൻ്റെ ശുശ്രൂഷ അവിടെ ആരംഭിക്കുന്നത്. ആകയാൽ എല്ലായിടത്തും ഒരുപോലെ ആളുകൾ വരണം. പ്രവർത്തനങ്ങൾ പോരാത്തത് കൊണ്ടാണ് ആളുകൾ വരാത്തത് എന്നുള്ള ധാരണയൊക്കെ മാറ്റിക്കളയണം എന്നുള്ളത് കർത്താവ് പറയുന്ന ഈ കാര്യങ്ങളിൽ കൂടെ, താൻ വെളിപ്പെടുത്തുന്ന ഈ പ്രവൃത്തികളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, ഇവൻ തച്ചനല്ലയോ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്ന് ആ മേശ നന്നാക്കി തന്ന, കട്ടിൽ ശരിയാക്കി തന്ന ആൾ ഇപ്പം കയറിയിരുന്നുകൊണ്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ കർത്താവിനെ നിന്ദിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് അതിനെ ഒന്നും കാര്യമാക്കാതെ ഇതിൽ കൂടെയൊക്കെ തൻ്റെ ശിഷ്യന്മാർക്ക് നല്ല നല്ല ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, ചില പാഠങ്ങൾ അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തുകൊണ്ട് തൻ്റെ ശുശ്രൂഷയിൽ താൻ മുൻപോട്ട് പോവുകയാണ്. വീണ്ടും നമുക്ക് മുൻപോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത് 6-ാം അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ, അംഗീകരിക്കപ്പെടാത്ത ചില സ്ഥലങ്ങളെക്കുറിച്ച് താൻ പറയുകയാണ്. ഒന്ന്, എവിടെയാണ്? പിതൃനഗരം, തൻ്റെ പിതാവിൻ്റെ നഗരം. 2, സ്വന്തക്കാരുടെ ഇടയിൽ. 3, സ്വന്ത ഭവനത്തിൽ. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ കൊള്ളാകുന്നവനാണോ, അവൻ നിലനിൽക്കുമോ ഇല്ലയോ, തകർന്നു പോകുമോ, അവനോട് കൂടി നടക്കാമോ എന്നൊക്കെ മനുഷ്യർ നോക്കുന്ന 3 കാര്യങ്ങളാണ് അവൻ്റെ ജന്മദേശം, അവൻ്റെ പിതൃനഗരം, അവൻ്റെ സ്വന്തക്കാരാരൊക്കെയാണ്, അവൻ്റെ വീട്ടുകാർക്ക് അവനോടുള്ള ബന്ധം എങ്ങനെയാണ്. ഇത് 3 നോക്കിയിട്ടേ ആളുകൾ ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ സാധാരണഗതിയിൽ നിൽക്കാറുള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിതൃനഗരത്തിലെ ഈ 500 പേരടങ്ങുന്ന ഈ കൊച്ചു ദേശത്തുള്ള ഒരു മനുഷ്യനും ഈ യേശു കർത്താവിനെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ചാർച്ചക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം, അവന് ബുദ്ധിഭ്രമം, അവനെ പിടിച്ചോണ്ട് പോകാൻ ഞങ്ങൾ വന്നതാണ്. സ്വന്തം ഭവനത്തിലെ സഹോദരന്മാരെന്ത് ചെയ്തു? നീ അത്ഭുതം ചെയ്യാണ്, യെരുശലേമിൽ ഉത്സവത്തിൻ്റെ അന്ന് പോയി ചെയ്യ്, അങ്ങനെ പറഞ്ഞ് അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. നോക്കുക, ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട 3 മേഖലകളും യേശു കർത്താവിന് വിരോധമായിരുന്നു. ഇതിൽ കൂടെ താൻ തൻ്റെ ശിഷ്യന്മാർക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. പൊന്നു മക്കളെ, എന്നെ അനുഗമിക്കുന്നു, സന്തോഷം. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ പിതൃനഗരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങളുടെ ബന്ധുജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങളുടെ വീട്ടുകാർ പോലും, സ്വന്തം കുടുംബം പോലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല. നിങ്ങൾ ഒറ്റപ്പെടും. ഇങ്ങനെ ഒറ്റപ്പെട്ട് വന്ന ഒരാളെ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ നോക്കും, പുള്ളി ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എഴുതിത്തള്ളുവാനായിട്ടിടയായിത്തീരും. എന്നാൽ കർത്താവ് ഇത് പറഞ്ഞു, നിങ്ങളുടെ പിതൃനഗരം, നിങ്ങളുടെ സ്വന്തക്കാർ, നിൻ്റെ വീട്ടുകാർ തന്നെയും നിനക്ക് തുണയായിട്ടുണ്ടാവുകയില്ല. കർത്താവിൻ്റെ ജീവിത പാഠത്തിൽ നിന്നാണ് കർത്താവ് ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചുമ്മാ ഒരു കഥ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ഒരു ഉദാഹരണ കഥ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയില്ല, മറിച്ച് നേരിട്ട് പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാം അങ്ങനെയുള്ള ഒരു സഹോദരനോട്, സഹോദരിയോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് വഴിയടയ്ക്കുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. അവൻ്റെ സ്വന്തക്കാർ വിട്ടു ഈ വിശ്വാസത്തെ പ്രതി, നാട്ടുകാർ വിട്ടു ഈ വിശ്വാസത്തെ പ്രതി, ചാർച്ചക്കാർ വിട്ടു ഈ വിശ്വാസത്തെ പ്രതി. നമ്മളാണ് അങ്ങനെയുള്ളവർക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കും തുണ നിന്ന് അവരെ ബലപ്പെടുത്തി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീരേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ വലിയൊരു പാഠമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. 5-ാം വാക്യത്തിലേക്ക് വരാം. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച്
നോക്കുക, ഇവിടെ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരുത്തിയതല്ലാതെ കൂടുതലൊന്നും കർത്താവിന് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവിന് ശക്തി പ്രകടിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടല്ല. ഒരു പരിഭാഷയിൽ വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവ് മനഃപൂർവ്വമായിട്ട് അവിടെ അത്ഭുതം പ്രവർത്തിച്ചില്ല. മത്തായി 13-ാം അധ്യായം 58-ാം വാക്യത്തിൽ. അവിടെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാനായിട്ട് കർത്താവിന് കഴിയാഞ്ഞത് കർത്താവിൻ്റെ ശക്തി അവിടെ വെച്ച് ചോർന്നു പോയത് കൊണ്ടല്ല, മറിച്ച് കർത്താവ് അവിടെ ചിലരെ സൗഖ്യമാക്കി. കൂടുതൽ ആളുകളെ സൗഖ്യമാക്കുവാനായിട്ട് നിന്നില്ല. കാരണം അവരുടെ അവിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിനെ കണ്ട് ആശ്ചര്യപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ കർത്താവ് പലരുടെയും വിശ്വാസത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഇവിടെ കർത്താവ് ആശ്ചര്യപ്പെടുന്നത് അവരുടെ അവിശ്വാസ നിമിത്തമായിട്ട് എന്ന് നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവിന് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല താൻ അവരെ സൗഖ്യമാക്കാതിരുന്നത്, മറിച്ച് അവർക്ക് അവിടെ ചില ആളുകളെ താൻ സൗഖ്യമാക്കുകയും എന്നാൽ എല്ലാവർക്കും താൻ സൗഖ്യം കൊടുത്തില്ല. കാരണം താൻ അവിടെ നിന്ന് തൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ച് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് താൻ പോകുന്നതായിട്ട് കാണുന്നു. തന്നിൽ വിശ്വാസമുള്ള വിരലിലെണ്ണാവുന്ന ചില ആളുകൾ അവർക്ക് സൗഖ്യം നൽകി, അവരെ വിടുവിച്ചു, തൻ്റെ ശക്തി വെളിപ്പെടുത്തി. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ കഫർനഹൂമിലൊക്കെ ചെയ്തതുപോലെ വിപുലമായിട്ട് താൻ ചെയ്തില്ല. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പരിഭാഷയിൽ വായിച്ചതുപോലെ മനഃപൂർവ്വമായിട്ട് കർത്താവ് അത്ഭുതം ചെയ്തില്ല. ചില സ്ഥലങ്ങളിൽ കർത്താവ് മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അതും ശിഷ്യന്മാർക്ക് നൽകിയ ഒരു പാഠമാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പോകുന്ന ചില സ്ഥലങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ദൈവാത്മാവ് ഞങ്ങളെ തടുത്തു എന്ന് വായിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ ദൈവാത്മാവ് തടുത്ത് വേറൊരു വഴിക്ക് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആകയാൽ കർത്താവ് മനഃപൂർവ്വമായിട്ട് ചില സ്ഥലങ്ങളിൽ വീര്യം പ്രവർത്തിക്കാതിരുന്നു. അതിൻ്റെ പിന്നിൽ തനിക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വീണ്ടും നമുക്ക് മുൻപോട്ട് വരാം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു, ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. യേശു കർത്താവിന് ആ നസ്രേത്ത് പട്ടണത്തിലുള്ള ചുരുക്കം ആളുകളാണ് എങ്കിലും അവരുടെ അവിശ്വാസം കണ്ട് യേശു കർത്താവ് ആശ്ചര്യപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഇത്ര വലിയ വിശ്വാസം എന്ന് പറഞ്ഞ് പലരെയും പ്രോത്സാഹിപ്പിച്ച കർത്താവ് ഇവിടെ ആ ജനത്തിൻ്റെ അവിശ്വാസം കണ്ട്, നസ്രേത്തിലുള്ള ആ ചെറിയ ജനക്കൂട്ടത്തിൻ്റെ അവിശ്വാസം കണ്ട് താൻ ആശ്ചര്യപ്പെട്ടിട്ട് താൻ എന്തു പറയുകയാണ്? ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. നസ്രയത്തിൽ ശിഷ്യന്മാരെയും കൂട്ടി വലിയ കാര്യമായിട്ട് വന്നു. പക്ഷെ അവിടെ വർക്ക് വേണ്ട വിധത്തിൽ അങ്ങോട്ട് ശിഷ്യന്മാരുടെ മുൻപാകെ ഒന്ന് പൊലിപ്പിച്ച്, അവരെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ, വാ മക്കളെ, നമുക്ക് തിരിച്ച് എവിടേക്ക് പോകാം? നമ്മൾ വന്ന കഫർനാഹൂമിലേക്ക് തന്നെ പോകാം. അവിടെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മളങ്ങ് ഇറങ്ങിയാൽ മതി. ആൾക്കാർ നമ്മളെ മാനിക്കും, നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം, അവർ നമ്മളോട് നല്ല രീതിയിൽ ഇടപെടും. എന്നാൽ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ഇവിടെ നസ്രയത്തിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നിൽ നിന്ന് ഇടറി അകന്നുപോയ ആ ജനങ്ങളിൽ ചെറിയ ചില കൂട്ടത്തിന് സൗഖ്യം നൽകിയതിന് ശേഷം താൻ അവിടെ നിന്നും മാറി ചുറ്റുമുള്ള ഊരുകളിലേക്ക് ചെന്ന് താൻ വചനം അറിയിക്കുവാൻ ഇടയായി തീർന്നു. ഊരുകളിൽ ഉപദേശിച്ച് സഞ്ചരിച്ചു. അവരുടെ ചെറിയ ചെറിയ കോളനികളിൽ താൻ കയറി ഇറങ്ങി താനും ശിഷ്യന്മാരുമായിട്ട് അവരെ ഉപദേശിക്കുവാൻ ഇടയായി തീർന്നു. ഈ ഭാഗത്ത് നിന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മനസ്സ് മടുക്കാൻ സാധ്യതയുണ്ട്. മനസ്സ് മടുക്കുവാൻ വളരെ സാധ്യതയുണ്ട്. എന്നാൽ മനസ്സ് മടുക്കാതെ നിങ്ങൾ അത്യധ്വാനം ചെയ്യണം.
സുവിശേഷ വേല മാത്രമല്ല, ആത്മീക ജീവിതത്തിലും നമ്മൾ മനസ്സ് മടുത്ത് ഇട്ടെറിഞ്ഞ് പോകാനായിട്ട് തോന്നത്തക്ക നിലയിലുള്ള പല പ്രതിബന്ധങ്ങളും വരാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ ധൈര്യമുണ്ട്. എന്നാൽ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നമ്മൾ നേരിടാൻ പോകുന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമുക്കിത് വെച്ച് മതിയാക്കിയാൽ മതി എന്ന്, തിരിച്ച് നമ്മൾ വന്ന കഫർനഹൂമിലേക്ക് പോകാം, അല്ലെ നമ്മൾ വന്ന ആ ആത്മീക സന്തോഷമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാം എന്ന് തോന്നിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം? അവിടെയൊക്കെ ആ പ്രതിസന്ധിയുള്ള സ്ഥലത്ത് നിന്ന് മാറിയിട്ട് അടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോയി പ്രവർത്തനങ്ങൾ തുടരുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, നമ്മൾ വിഷമിച്ചു, നിരാശപ്പെട്ടു. ആ നിരാശയിൽ നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ നാം അവിടെ കിടന്ന് നശിക്കുവാനായിട്ട് ഇടയായിത്തീരും. കേവലം അര ഗ്ലാസ് വെള്ളം ചെറിയ ജലഗണങ്ങളായിട്ട് മാറുമ്പോഴാണ് ഡൽഹി, ബോംബെ, കൽക്കട്ട തുടങ്ങിയ വലിയ പട്ടണങ്ങളെ തമ്മിൽ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ മൂടൽമഞ്ഞിൻ്റെ പാളിയായിട്ട് തീരുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ നിമിത്തം നാം ക്ഷീണിച്ച് തളർന്ന് മടുത്തുപോയി കഴിഞ്ഞാൽ, നിരാശപ്പെട്ട് നാം അവിടെ കിടന്ന് നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കർത്താവ് പറയാണ്, അവിടെ ഒരു വീഴ്ച പറ്റിയെങ്കിൽ ഉടൻ തന്നെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് അടുത്ത ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് തിരിയുക, അടുത്ത ഒരു ശുശ്രൂഷയിലേക്ക് തിരിയുക, ആത്മീക ജീവിതത്തെ വളർത്തുവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നീ എന്ത് ചെയ്യുക? പ്രവേശിക്കുക എന്നുള്ള ഒരു മനോഹരമായ ആലോചന ഇവിടെ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം നിരാശപ്പെട്ട് വീണുപോകാൻ സാധ്യതയുള്ള ഒരു ആത്മീയ മണ്ഡലമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ അങ്ങനെ വീണു കഴിഞ്ഞാൽ അവിടെ കിടക്കുവാനിടവരാതെ ഉടനെ എഴുന്നേറ്റ് പഴയ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നാം എഴുന്നേറ്റ് പുതിയ ഒരു മണ്ഡലത്തിലേക്ക്, പുതിയ ഒരു ശുശ്രൂഷയിലേക്ക്, പുതിയ ആത്മീക വർധനവിനുള്ള മേഖലകളിലേക്ക് നാം ഉടൻ തന്നെ പ്രവേശിച്ച് നാം ആ നിരാശയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ഇതാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത മറ്റൊരു പാഠം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ലോകം മുഴുവൻ എതിരാണ് എങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതേസമയം ലോകം മുഴുവനും നമുക്ക് അനുകൂലവും ദൈവം നമുക്ക് പ്രതികൂലവുമാണെങ്കിൽ നാം വളരെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇതാ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച പാഠങ്ങൾ സ്വന്തക്കാർ എതിർക്കും, ആത്മീക നേതൃത്വം പഴിക്കും, അതുപോലെ പ്രശസ്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടവരും, അങ്ങനെയുള്ള നിരവധി പാഠങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവസാനമായിട്ട് മടുത്തു പോകാതെ ഉത്സാഹത്തോടെ അധ്വാനിക്കേണ്ട ആവശ്യകതയെ കർത്താവ് ഓർപ്പിച്ചു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് കർത്താവിനെ സേവിക്കുവാൻ ഇടയായിത്തീരണം. സുവിശേഷ വേലക്കാർ ആ നിലയിൽ തങ്ങളുടെ വയലിൽ അധ്വാനിക്കണം. വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതം പണിയുവാൻ, സഭാജീവിതം അനുഗ്രഹമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ സന്ദേശങ്ങൾ നിമിത്തം ഇടയായിത്തീരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഭരമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ നിലയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന TBFൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോടുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇപ്രകാരം നമുക്ക് ഇങ്ങനെ കൂടിവരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി തന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആദ്യോടെ അന്തം അനുഭവിപ്പാനായിട്ട് സാധിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്നും ആലപിച്ച് നമ്മെ സഹായിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വരും നാളുകളിലും ദൈവം അനേക ഗാനങ്ങൾ പാടുവാൻ, ദൈവം ആ മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം അവരെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അനുഗ്രഹീതമായ ചിന്തകളാണ് നമുക്ക്
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കർത്താവും ശിഷ്യന്മാരും കൂടെ തൻ്റെ പിതൃനഗരത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ അനുഭവങ്ങൾ, അനേക പാഠങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ശിഷ്യന്മാർക്ക് മാത്രമുള്ള പാഠങ്ങളല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും ബാധകമാകുന്ന ക്രിസ്തീയ ജീവിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ആത്മീയ സത്യങ്ങളാണ് ഇന്ന് പ്രിയ കർത്താസൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. ഒന്നാമതായിട്ട് നാം പലപ്പോഴും തിരസ്കരിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തു തന്നെ തിരസ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് നാമും ആ വിധത്തിൽ തിരസ്കരിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മുടെ ശത്രുക്കളായി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ആത്മീക നേതൃത്വം, നമ്മുടെ സഭയിലുള്ള ആളുകൾ തന്നെ നമ്മെ തിരസ്കരിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നാം കേട്ടു. അതുപോലെ തന്നെ പേരും പെരുമയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നാം പല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മെ ഉത്സാഹിപ്പിക്കുവാൻ, നമ്മെ ഒന്ന് എൻകറേജ് ചെയ്യുവാനായിട്ട് അവിടെ ഒരുപക്ഷെ ആളുകൾ വന്ന് എന്ന് വരികയില്ല. അങ്ങനെ മനസ്സ് മടുത്ത് പോകുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവർ, ഇത് വളരെ കഠിനമായിരിക്കുന്ന ചില അപ്രിയ സത്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മെ ഓർപ്പിച്ചത്. ഇന്ന് പലരും പറയുവാൻ മടിക്കുന്ന കാര്യങ്ങളാണ് വളരെ ലളിതമായ നിലയിൽ കർത്താവ് നമ്മെ ഓർപ്പിച്ചത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ വന്നാലും കർത്താവ് നമ്മളെ കൈവിടാത്തവനാണ്. അതുകൊണ്ട് ആത്മാവിൽ എരിവുള്ളവരായിട്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വിധത്തിൽ അനുഗ്രഹീതമായ ആലോചനകൾ നമ്മെ കേൾപ്പിച്ച പ്രിയകർത്താസൻ ഷാൻ ജോർജിനുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വരുന്ന നാളുകളിൽ ദൈവം ധാരാളമായിട്ട് പ്രിയകർത്താസിനെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ടൊരു ചെറിയ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ 4, 5, 6 തീയതികളിൽ ട്രിവാൻഡ്രം ജില്ലയിൽ പുലാനിവിള സഭയുടെ നേതൃത്വത്തിൽ ഒരു ടീൻസ് ക്യാമ്പ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ക്യാമ്പിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് ധനശേഖരണം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ചില വിഭവങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതം, ഒരു ലാഭമാണ് ഈ ക്യാമ്പിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിൽ താല്പര്യമുള്ളവർക്ക് ഈ വസ്തുക്കൾ വാങ്ങി ഈ സഭയോട് സഹകരിക്കാവുന്നതാണ് എന്നുള്ള ആ കാര്യവും ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല, ക്യാമ്പിൻ്റെ മറ്റ് ആവശ്യങ്ങളൊക്കെ ഈ നാളുകളിൽ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ ഈ ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനായിട്ട് കർത്താസൻ എസക്കിയേൽ സഹോദരനെ ഞാനിപ്പോൾ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകലിലെ വിവിധ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് അവസരം നൽകി. ഈ വൈകുന്നേര സമയത്ത് കർത്താവെ അവിടുത്തെ തിരുവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ഒരു സാവകാശം കൂടി അവിടെ നൽകി. അതിനായി നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് TBFൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദാസന്മാരുടെ ഹൃദയത്തിൽ ഇത്തരത്തിലൊരു പ്രേരണ നൽകുകയും അത് ഈ ദിവസങ്ങളിൽ അനേക ദൈവമക്കളുടെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും മുഖാന്തരമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനായി നന്ദിയോടങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ അനേക നാളുകളായിട്ട് തുടർമാനമായിട്ട് ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവെ ചിലരെ അവിടുന്ന് കൂട്ടിവരുത്തുന്നു. അതിനായി നന്ദിയോടങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, മുടക്കം കൂടാതെ ഇന്ന് രാത്രിയിലും കർത്താവെ ശുശ്രൂഷ ഭംഗിയായി നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതുവരെയുമുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ആദരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം പാടുവാനായിട്ട് അവിടുത്തെ ദാസന്മാർക്ക് ദൈവകൃപ നൽകി. അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു.
ശബ്ദവും വെളിച്ചവും എല്ലാം ക്രമീകരിക്കപ്പെടുവാൻ കർത്താവെ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ വണ്ണം അവിടുന്ന് സൂക്ഷിച്ചു. അതിനായി നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല കർത്താവെ തേൻകട്ടേക്കാളും മാധുര്യമുള്ള അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലവും ശ്രവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അതിനുവേണ്ടി അവിടുന്ന് ഉപയോഗിച്ച അവിടുത്തെ വിലയേറിയ ദാസനായി സ്തോത്രം. തന്നെയും തൻ്റെ ശുശ്രൂഷകളെയും ആദരിക്കണമേ. കർത്താവെ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു, അവരെല്ലാം അവിടുന്ന് ആദരിക്കണം. ഇനി അനേകരുടെ മധ്യേ ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ദൈവകൃപയും അവിടുത്തെ ദാസന് ധാരാളമായി നൽകി അവിടുന്ന് സഹായിക്കുകയും അവിടുത്തെ ദാസൻ്റെ മടക്കയാത്രയിലും കൂടെ ഇരുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന, സാമ്പത്തികമായി ചിലവാക്കുന്ന, അതുപോലെ മറ്റ് വിവിധമായ കാര്യങ്ങളിൽ കർത്താവെ അധ്വാനിക്കുന്ന എല്ലാ ദൈവഭൃത്തന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ധാരാളമായ നന്മകളും അനുഗ്രഹങ്ങളും അവിടെ നൽകി സഹായിക്കണം. മാത്രമല്ല കർത്താവെ തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവെ മാധ്യമത്തിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളിലും അവിടുത്തെ ആത്മാവ് പ്രവർത്തിക്കുകയും അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഓർപ്പിക്കപ്പെട്ട വിഷയങ്ങളെയും ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ മാസം 4-ാം തീയതി മുതൽ നടക്കേണ്ട പുലാന്നിവിള ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന ടീൻസ് ക്യാമ്പ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അത് ചില കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയ്ക്കും ആത്മീയ വർധനവിനും സമർപ്പണത്തിനും കർത്താവെ മുഖാന്തരമായി തീരുവാൻ, ചില നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം അവിടെ ഇടയാക്കണം. ആ ക്യാമ്പ് മുഖാന്തരം കർത്താവിൻ്റെ നാമം ഏറ്റവും ഉയർത്തപ്പെടുവാൻ അവിടെ ഇടയാക്കണം. ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നവരെ ഓർക്കണമേ. മാത്രമല്ല അതിൻ്റെ പിന്നിലെ വലിയ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് തക്ക സമയത്ത് അവയെല്ലാം നിവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ വരവ് ദീർഘമാകുന്നുവെങ്കിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്നതുവരെയും ദൈവകൃപയിൽ അവിടവിടങ്ങളായി ഞങ്ങൾ അവിടുന്ന് സൂക്ഷിക്കണം. നൽകിയ എല്ലാ നന്മകൾക്കായും സ്തോത്രം. എല്ലാം ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറെ നാമത്തിൽ താഴ്മപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം നൽകണം. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, നിരന്തര സവാസം നാം ഏവരോടും കൂടെ കർത്താവിൻ്റെ വരവോളം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.